ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാലാ ടൗണിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ ദൂരത്തിൽ 12 സെൻറ്റ് 2500 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു അതിമനോഹര വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ മുറ്റം ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് സ്റ്റോൺ വിരിച്ച് അതിൻ്റെ ഇടയ്ക്കൂടി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫിറ്റ് ചെയ്ത് അതിമനോഹരമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന് വാസ്തുവിധി പ്രകാരം കിഴക്കോട്ട് ദർശനത്തിൽ വടക്ക് കിഴക്കായിട്ട് കിണറുള്ള ഒരു മനോഹര വീടാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് വശം കംപ്ലീറ്റ് ടാർ റോഡാണ്. നമുക്ക് PWD റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് 100 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നല്ലൊരു പക്ക റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതുപോലുള്ള വീടുകൾ മാത്രമുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ഇതുപോലുള്ള വില്ലകളാണ് പണിതിരിക്കുന്നത്. ഇത് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ റോഡിൽ നിന്ന് PWD റോഡിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യത്തെ വീടാണ് ഇത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. നമ്മുടെ പാലായിലുള്ള ടോപ്പ് ബിൽഡേഴ്സിലുള്ള ഒരു ബിൽഡറാണ് ഈ വീടും പണിതിരിക്കുന്നത്. ഇത് വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും ഇതിൻ്റെ ക്വാളിറ്റി എത്ര മുൻപിലാണ് നിൽക്കുന്നതെന്ന്. മുറ്റം നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ്. എത്ര വണ്ടി വന്നാലും നമുക്ക് കയറ്റിയിട്ട് തിരിച്ചു പോകാവുന്ന രീതിയിൽ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു മുറ്റമുണ്ട്. അതുപോലെ തന്നെ എത്ര വലിയ വണ്ടി കയറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ ഒരു കവേർഡ് കാർ പാർക്കിങ്ങും ഈ വീടിനുണ്ട്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫിറ്റ് ചെയ്ത് അതിഗംഭീരമാക്കിയിരിക്കുന്നു. വീട് കണ്ട കഴിഞ്ഞാൽ നല്ല ട്രഡീഷണൽ രീതിയിലുള്ള ഒരു മോഡേൺ പോഷ് വില്ല തന്നെയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള സൈഡുകളൊക്കെ ബേബി മെറ്റൽ വിരിച്ച് അതിമനോഹരമാക്കിയിരിക്കുന്നു. ഇതാണ് അലക്കുകല്ലാണ്. അത് ഇവിടെ എല്ലാം ബാക്കിയുള്ള സൈഡിൻ്റെ പുറകു സൈഡൊക്കെ ഇത് കണ്ട പെബിൾസാണ്, റിവർ സ്റ്റോൺ ആണ്. അത് പെബിൾസ് വിരിച്ച് കോമ്പൗണ്ട് വാൾ കംപ്ലീറ്റ് തീർത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഒരു ചുറ്റുവട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിലാണെന്നുണ്ടെങ്കിൽ ഓട് വർക്കിൻ്റെ ബാക്ക് സൈഡ് ട്രഫോൾഡ് ഷീറ്റ് ഇട്ട് ഓപ്പണായിട്ട് ഇട്ടിരിക്കുന്നു. അത് നല്ല മനോഹരമായിട്ടുള്ള എയർ കയറി ഇറങ്ങി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് ചൂടൊട്ടും അനുഭവപ്പെടുകയില്ല. ഇങ്ങനെ ഇട്ടിരിക്കുന്നതിൻ്റെ പുറത്ത് നല്ല വലിപ്പമുള്ള നല്ല മനോഹരമായിട്ടുള്ള മുറ്റവും പരിസരവുമാണ് ഈ വീടിൻ്റെ ഇത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് കോൺക്രീറ്റിൻ്റെ തന്നെ ഒരു സ്റ്റെയറാണ് പണിതിരിക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് കൂട്ടുമ്പോൾ അറിയാവുന്നതേ ഉള്ളൂ. നമുക്കൊരു റെഡിമെയ്ഡ് സ്റ്റെയർ വെക്കുന്നതും കോൺക്രീറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള വ്യത്യാസം. ഇതാണ് വീടിൻ്റെ മറ്റൊരു സൈഡാണ്. ഇതാണ് നമ്മുടെ അടുക്കളയുടെ ഭാഗത്തു നിന്നാണ് വടക്കു സൈഡാണ് ഇത്. നോർത്ത് സൈഡ് ഇത് ഈസ്റ്റ് ഫേസിങ് ആയിട്ടുള്ള വീടാണ്. അതിൻ്റെ വീടിൻ്റെ ഇതാണ് ഇത്രയും വിശാലമായിട്ട് നല്ല എടുത്തു പറയത്തക്ക ഇതിൻ്റെ ഗേറ്റ് എത്ര ഭംഗിയായിട്ടുള്ള ഈ വീടിന് ചേരുന്ന രീതിയിലുള്ള ഗേറ്റാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കിണർ, ഇത് വടക്ക് കിഴക്കായിട്ടുള്ള കിണറാണ്. വാസ്തുവിധി പ്രകാരം ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. നമുക്ക് അതുകൊണ്ട് ആരെ കൊണ്ട് വേണേലും നമുക്ക് വാസ്തു ധൈര്യമായിട്ട് നോക്കിക്കാം. നല്ല വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. അത് നമുക്ക് ഈ വീടിൻ്റെ ഒന്നുകൂടി ഇത്രയും വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് ഈ വീടിന് അത്യുത്തമമാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതാണ് കവേർഡ് കാർ പാർക്കിങ്. നമുക്ക് ഇന്നോവ പോലത്തെ അല്ലോ അതിലും വലിയ വണ്ടി ഉണ്ടെങ്കിൽ അത് കയറ്റിയിട്ടാലും നമുക്ക് നല്ല ഭംഗിയായിട്ട് അതുപോലെ തന്നെ വലിപ്പമുള്ള ഒരു കാർ പോർച്ചാണ് ഇത്. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് ഇത്ര നീളമുള്ള ഒരു സിറ്റ് ഔട്ടാണ്. അതാണ് ഈ വീടിൻ്റെ ഇത്രയും ഭംഗി. ബാക്കിയുള്ള പില്ലറിലെല്ലാം ടെക്സ്ചർ വർക്ക് നടത്തി അതിമനോഹരമാക്കിയിരിക്കുന്നു. വീടിൻ്റെ മെയിൻ ഡോറാണ്. കംപ്ലീറ്റ് തേക്കാണ്. ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന തടി എന്ന് പറഞ്ഞാൽ 2 തടിയോ ഉപയോഗിച്ചിട്ടുള്ളൂ. ആഞ്ഞിലിയും തേക്ക് കംപ്ലീറ്റ് ഇൻറ്റീരിയർ വർക്ക്, അതുപോലെ തന്നെ ജനലിൻ്റെ ഫ്രെയിമുകൾ, ഇതിനെല്ലാം തേക്കും തടി മാത്രമേ ഉള്ളൂ. കിച്ചണിലെ കബോർഡ് വർക്കുകൾ, ബാക്കിയുള്ളതെല്ലാം ഈ ജനലിൻ്റെയൊക്കെ കട്ടളയെന്ന് പറയുന്നത് ആഞ്ഞിലിയാണ്. ഇതാണ് അകത്തെ ഇൻറ്റീരിയർ വർക്കാണ്. നമ്മുടെ ഡൈനിങ് ഹോളും ലിവിങ് ഏരിയയും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന നല്ല സുന്ദരം വർക്കാണ്. നല്ല എത്ര ക്ലാസ് ആയിട്ടുള്ള സീലിംഗ് വർക്കുകളാണെന്ന് വേണം കൂട്ടാനായിട്ട് നമുക്ക്. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ അങ്ങനെയുള്ള ഒരു അലുക്കുലത്തായിട്ടുള്ള ഒരു സീലിംഗ് വർക്കല്ല, വളരെ സ്റ്റാൻഡേർഡായിട്ട് ക്ലാസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സീലിംഗ് വർക്കാണ്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കാണെങ്കിലും ഇതെല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് TV യൂണിറ്റ് നമുക്ക് അവിടെ വയ്ക്കാവുന്നതാണ്.
അതിനുള്ള ഭാഗങ്ങളാണ് അവിടം. ഇത് നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്നും അതുപോലെ തന്നെ ലിവിങ് ഏരിയയിൽ നിന്നും നമുക്ക് വ്യൂ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ വർക്കാണ് നമുക്കിപ്പോൾ കണ്ടിരിക്കുന്നത്. ആ തേക്കും തടിയിൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് നല്ല നീളത്തിലുള്ള ഒരു ഡൈനിങ് ഹാളാണ്. അതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് 12 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഈ പുതുപുത്തൻ വീടിന് സെല്ലറെ ആവശ്യപ്പെടുന്ന തുക 1,15,00,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. നമുക്ക് ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ വിലഭാഗം ചോദിച്ചിരിക്കുന്നത് ഒട്ടും കൂടുതലല്ലെന്ന്. കാരണം ഇതുപോലെ ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പണിത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന റേറ്റ് സ്ഥലം മേടിച്ച് നമുക്ക് വീട് പണി നടക്കുകയല്ല. അതിപ്പം കാണുന്ന വീട് പണി അതിനെപ്പറ്റി അറിയാവുന്ന ഏതൊരാൾക്കും അറിയാം. നല്ല ഭംഗിയായിട്ട് കണ്ടോ, സീലിംഗ് വർക്കുകളൊക്കെ പറഞ്ഞാൽ അതിമനോഹരമായിട്ടാണ്. നമുക്ക് ഒരുപാട് ഓവറായിട്ടുള്ള ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അത്യാവശ്യം വേണ്ടിയതായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, അതാണ് ക്ലാസ്, അതാണ് ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ബിൽഡറുടെ കഴിവ്. ഇതാണ് ഈ ഭാഗം എന്ന് പറയുന്നത് വാഷ് ഏരിയയാണ്. പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് വാഷ് ഏരിയ ആണെന്ന് തോന്നിയേയില്ല. വാഷ് ഏരിയയുടെ സൈഡിലെല്ലാം പാനലാണ്, ഇതെല്ലാം തടികൾ കൊണ്ട് തീർത്തിരിക്കുന്ന. ഇതിനൊക്കെ എത്ര വർക്കുകൾ. അതുപോലെ തന്നെ ബോട്ടം സൈഡിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. ബാത്റൂമിൽ കൈ കഴുകുന്ന ഭാഗത്ത് അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. ഇതാണ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ ഭാഗമാണ്. ഇവിടുന്ന് നമുക്ക് റൂമിലേക്ക് കിച്ചണിലേക്ക് എല്ലാം പ്രവേശനമുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ പാർട്ടീഷൻ ഡോറുകൾ. ഈ പാർട്ടീഷൻ ഡോറുകളെല്ലാം തേക്കും തടിയിലാണ്. തേക്കിൻ്റെ കാതൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. നമുക്ക് തേക്കും തടിയിൽ നിന്നുള്ള വെള്ളം കൂട്ടി ഒരു പീസ് പോലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തു നിന്ന് വെള്ളം കാണിക്കാൻ പറ്റില്ല. അത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഇതുകൊണ്ട് ഒരു സൈഡിൽ 4 പാളിയുടെ ജനൽ, 2 സിംഗിൾ ജനലുകൾ കൊടുത്ത് ഈ വീട് അങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു നല്ല വലിപ്പമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണല്ല. 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളും അതുപോലെ തന്നെ ഇത് ഡ്രസ്സിങ് ഏരിയയാണ്. ഡ്രസ്സിങ് ഏരിയയിൽ ഒരു വലിപ്പമുള്ള ഒരു അലമാരയാണ് പണിതിരിക്കുന്നത് തന്നെ. നമുക്ക് വലിപ്പമുള്ള അതുപോലെ ഇത് ബാത്റൂമിൻ്റെ ഡോറുകളാണ് നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ടൈലുകളാണ് ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഗ്രിപ്പുള്ള എന്നാൽ നല്ല സ്റ്റാൻഡേർഡ് സെറായുടെ ബാത്റൂം സാനിറ്ററി ഐറ്റംസ് എല്ലാം സെറായുടെയാണ്. അതുപോലെ തന്നെ ടൈലുകൾ ആറേക്കയുടെയാണ്. അത് ഫിനോലെക്സിൻ്റെ വയറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേക്കും തടിയാണ്. ഇത് നമ്മൾ മറ്റൊരു റൂമിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതുപോലെയാണ് ബെഡ്റൂമുകളെല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള നമുക്ക് റെഡിമെയ്ഡ് അലമാരകൾ മേടിച്ച് നമ്മുടെ ഇഷ്ടാനുസരണം ഏത് സൈഡിലേക്ക് മൂവ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഡ്രസ്സിങ് ഏരിയയുടെ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ അലമാരകളെല്ലാം വാർഡ്രോബ്സ് എന്ന് പറയുന്ന നമ്മുടെ ഡ്രസ്സിങ് ഏരിയയുടെ ഭാഗത്തായിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് ധാരാളം നല്ല വലിപ്പമുള്ള ഒരു 7 അടി പൊക്കമുള്ള ഒരു അലമാരയാണ് പണിതിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് വീട് വാങ്ങിക്കുന്നവർക്ക് നമുക്ക് ഇനിയിപ്പം കബോർഡ് വർക്കുകൾ വാർഡ്രോബ്സ് ചെയ്യേണ്ട കാര്യമില്ല. റെഡിമെയ്ഡായിട്ട് മേടിച്ച് വയ്ക്കാനായിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇതാണ് മറ്റൊരു ബാത്റൂമാണ്. വളരെ ഭംഗിയായിട്ട് ഒന്നിനൊന്നിന് വ്യത്യസ്തമായിട്ട് ഇവിടെ ആയിട്ട് വേണം നമുക്ക് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും ആയിട്ട് പാർട്ടീഷൻ ഇതിന് ചെയ്തിട്ടില്ല. പക്ഷേ അതിനുള്ള സ്പേസ് ഉണ്ട്. ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് നമ്മുടെ റൂഫിൽ നിന്ന് ഡയറക്റ്റ് സൺലൈറ്റ് നമ്മുടെ വീടിനുള്ളിൽ പ്രവേശിക്കാവുന്ന രീതിയിൽ 2 റൂമിൻ്റേതും മിഡിലായിട്ടാണ് ഈ സൺലൈറ്റ് വന്ന് പതിക്കുന്നത്. അതുകൊണ്ട് 2 റൂമിൽ നല്ലവണ്ണം വെളിച്ചമുണ്ട് നമ്മുടെ ഡൈനിങ് ഹാളിലെല്ലാം. ആ രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി. ഇതാണ് നമ്മുടെ മറ്റൊരു റൂമാണ്. 4 പാളിയുടെ ജനലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് തേക്കും തടിയിൽ പണിതിരിക്കുന്ന ഒരു അലമാരയാണിത്. ഇതിൻ്റെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിൽ നിന്നും സ്വല്പം കൂടി മാറി നമ്മുടെ റൂമിൻ്റെ ഭാഗമായിട്ട് ഇത് നീളത്തിലുള്ള ഒരു റൂമാണ്. ഇതാണ് ആ റൂമിൻ്റെ ബാത്റൂമാണ്. നല്ല മനോഹരമായിട്ടുള്ള ടൈലുകളും അതുപോലെ തന്നെ ഡിസൈനുമാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. എല്ലാം ക്വാളിറ്റി ആയിട്ടുള്ള, അത് നമുക്ക് എടുത്ത് പറയത്തക്ക ഈ വീടിൻ്റെ മേന്മയെന്ന് പറയുന്നത്. കാരണം നമ്മുടെ PWD റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഏകദേശം 100 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വെള്ളപ്പൊക്ക ഭീഷണി ലേശമില്ലാത്ത ഒരു ഏരിയയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. പാലാ ടൗണിലേക്ക് ഈ വീടിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പാലാ ടൗണിൻ്റെ ഒരറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ പോകാനായിട്ട് നമുക്ക് 2.5-3 കിലോമീറ്റർ കൊണ്ട് നമുക്ക് ടൗണിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് എത്തിപ്പെടാൻ പറ്റുന്നതാണ് ഈ വീട്ടിൽ നിന്ന്.
അതുപോലെ തന്നെ നമുക്ക് സ്കൂള്, കോളേജ് അതുപോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും വണ്ടി നമ്മുടെ ഈ വീടിൻ്റെ അടുത്തുള്ള 100 മീറ്റർ ഡിസ്റ്റൻസിലുള്ള PWD റോഡിൽ കൂടി പാസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മെഡിസിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ചേർപ്പങ്കുലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 8 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ വീട്ടിൽ നിന്ന്. പള്ളിയൊക്കെ നമുക്ക് 1 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് പള്ളിയിൽ പോകേണ്ടവർക്ക് പള്ളിയിൽ പോകാം. 1 കിലോമീറ്റർ താഴെ നമുക്ക് വീടിൻ്റെ അതിൽ നടന്നു പോകാനുള്ള നടപ്പുവഴിയുണ്ട്. അത് നമുക്ക് 1 കിലോമീറ്റർ പോലും ഇല്ല. അത്രയും അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു പക്കാ റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല വലിപ്പമുള്ള ഒരു കിച്ചണാണ് ഈ വീടിന് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതാണ് എടുത്തു പറയത്തക്ക മറ്റൊരു മഹിമ. അതായത് ഇത്രയും വലിയ വീട്, ഇത്രയും വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ. ഒരു വീടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കിച്ചണ്. അത് കണ്ടറിഞ്ഞ് തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള തേക്കും തടി ഉപയോഗിച്ച് സ്റ്റോറേജ് കംപ്ലീറ്റ് അടവാക്കിയിരിക്കുന്നു. തേക്കും തടിയിലാണ് അതിൻ്റെ ഡോറുകളെല്ലാം. മുകളിൽ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ സ്റ്റൗവാണ്. മോഡുലാർ കിച്ചനാണ് ഇത്. നല്ല എത്ര പേര് വന്നാലും നമുക്ക് പാകം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചനാണ്. എൻ്റെ ടോപ്പ് സൈഡിലും ഇതുപോലെ തടികൾ കൊണ്ട് ഉണ്ട്. അത് നമ്മുടെ ഫാബറിൻ്റെ ചിമ്മിനിയാണ്. നല്ല മനോഹരമായിട്ടുള്ള തടിയെ തീർത്തിരിക്കുന്ന ഇൻറ്റീരിയർ വർക്കുകളാണ് നമുക്ക് ഈ വീടിനെ എടുത്ത് പറയത്തക്ക ഒരു മേന്മയുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ കിച്ചണിൽ നിന്ന് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാനായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് എടുക്കുന്നതിന് മുന്നേ നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ ഭംഗിയായിട്ട് ഉള്ള തേക്കും തടിയിൽ തീർത്തിരിക്കുന്ന കിച്ചണാണിത്. ഫാബറിൻ്റെയാണ് ഇവിടെ ചിമ്മിനി ഉപയോഗിച്ചിരിക്കുന്നത്. സുന്ദരമായിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കിച്ചണാണ് ഈ വീടിൻ്റെ. ചുറ്റോട് ചുറ്റും ഇൻറ്റീരിയർ വർക്കുണ്ട്. അതുപോലെ തന്നെ വുഡൻ ഫിനിഷിലുള്ള ഒരു ടൈലാണ് നമ്മുടെ കിച്ചൻ്റെ സ്റ്റോർ റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചൻ്റെ സാധനങ്ങൾ മാത്രം വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കിച്ചനോട് ചേർന്നിട്ടുള്ള സ്റ്റോറേജ് ഷെൽഫായിട്ട് നിർമ്മിച്ചിരിക്കുന്നു. നല്ല വലിപ്പമുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ വിറകടുപ്പുള്ള രണ്ടാമത്തെ കിച്ചൻ്റെ ഭാഗം. ഇത് വർക്ക് ഏരിയ ആയിട്ട് നമുക്കിത് പറയാം. ഇവിടെയാണ് വിറകടുപ്പ്. വിറക് വേണ്ടിയവർക്ക് നമുക്ക് അവിടെ കത്തിക്കാം. അതല്ലാതെ ഒരു സിങ്ക് ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് രണ്ടാമത്തെ കിച്ചണാണ്. ഈ കിച്ചൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഇവിടെ നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാവുന്ന ഭാഗമാണ്. അവിടെ ഒരു വർക്ക് ഏരിയ പോലെ നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇത്ര സ്പേസ് ഉണ്ട്. ഒരു വർക്ക് ഏരിയയുടെ സ്പേസ് നമുക്ക് കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ഇറങ്ങാം. അവിടുന്ന് പിന്നെ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ അവിടെ നമുക്ക് വാഷിംഗ് മെഷീനോ അതുപോലുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാവുന്നതാണ്. ഇതുകൊണ്ട് ഇത്രയും സ്പേസ് ഉണ്ട്. നല്ല മനോഹരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. ഇവിടുന്ന് ഇതാണ് നമ്മുടെ പുറത്തേക്കുള്ള വഴി.